വാർത്തകൾ വായിക്കുന്നത് നഷ്വാപ്പി. പ്രധാന വാർത്തകൾ. ഒളകരയിൽ ഇനി ഉദ്ഘാടനമേള. ഒളകര GLP സ്കൂളിലെ പുതിയ കെട്ടിടം വിദ്യാഭ്യാസ മന്ത്രി ചൊവ്വാഴ്ച നാടിന് സമർപ്പിക്കും. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ശിവന്യ ഒളകരയിൽ നിന്നും ചേരുന്നു. ഹലോ ശിവന്യ, കേൾക്കാമോ? എന്തൊക്കെയായി അവിടുത്തെ ഒരുക്കങ്ങൾ? അതെ നിശ്വ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഒളകര സ്കൂളിലാണ്. എന്റെ പിന്നിൽ കാണുന്നതാണ് ഒളകര സ്കൂളിലെ പുതിയ കെട്ടിടം. ഈ ഉദ്ഘാടനം നാടിന്റെ ഒന്നാകെയുള്ള ഉത്സവമാക്കി മാറ്റാനുള്ള തയ്യാറെടുപ്പിലാണ് ടീച്ചേഴ്സും PTA-യും. ഒളകര എന്ന നാടിന്റെ ചരിത്രമെടുത്താൽ അതിൽ ഓരോ അധ്യായത്തിലും ഈ വിദ്യാലയം ഒരു അവിഭാജ്യ ഘടകം തന്നെയാണ്. എങ്ങനെയുണ്ട് പുതിയ ബിൽഡിംഗ്? ഇഷ്ടമായോ? വളരെ ഇഷ്ടമായി. ഞാൻ 1ാം ക്ലാസ് മുതൽ ഈ സ്കൂളിലാണ് പഠിക്കുന്നത്. ഇപ്പോൾ ഞാൻ നാട്ടിലെത്തി. ഇനി മുതൽ എന്റെ ക്ലാസ് ഈ പുതിയ ബിൽഡിംഗിലായിരിക്കും. ആരൊക്കെയാണ് ഉദ്ഘാടനം? വിദ്യാഭ്യാസ മന്ത്രിയും മറ്റു പ്രതിനിധികൾ. സ്കൂളിൽ ഏറ്റവും നമ്മുടെ അദ്ദേഹത്തോട് കുറച്ച് കാര്യം ചോദിച്ചു. എന്തൊക്കെയായി ഉദ്ഘാടനത്തിന്റെ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി വരികയാണ്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3:30 നമ്മുടെ ഉദ്ഘാടനം നടത്തുന്നത്. വരുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശിവൻകുട്ടി സാറാണ്. അപ്പോൾ അദ്ദേഹവും അതേപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട MLA അമിത് മാഷും കൂടെ ഉണ്ടാകും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ഏകദേശം പൂർത്തിയായി വരികയാണ്. നമ്മൾ ഈ വരുന്ന തിങ്കളാഴ്ച കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും ഒക്കെ ചേർന്നുകൊണ്ട് ചെറിയ ഒരു വിളംബര ജാഥ പുകയൂരിൽ നിന്നും സ്കൂളിലേക്ക് ഉള്ള ഒരു വിളംബര ജാഥ ഉണ്ടാകും. ഇനിയും നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഒരുപാട് കാര്യങ്ങൾ ആവശ്യമായിട്ടുണ്ട്. ഒന്ന്, നമ്മുടെ സ്കൂൾ ഇപ്പോഴും 4ാം ക്ലാസ് വരെ മാത്രമുള്ള സ്ഥാപനമാണ്. ഈ പരിസരത്ത് ഒരുപാട് കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം UP ക്ലാസ്സുകളിലേക്ക് പോകുവാൻ കുറച്ച് ദൂര സ്ഥലങ്ങളിലേക്ക് പോയി പഠിക്കേണ്ട ഒരു സ്ഥിതിയുണ്ട്. അപ്പൊ ഇവിടെ തന്നെ ഇത് UP സ്കൂളായി അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ഉപകാരമായിരിക്കും എന്നുള്ളത് നമുക്ക് മേലെ അറിയിക്കേണ്ടതുണ്ട്. അതുകൂടാതെ ഇപ്പോ നമ്മൾ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് അനുസരിച്ചുള്ള കെട്ടിടത്തിന്റെ, അതായത് ക്ലാസ് റൂമുകളുടെ എണ്ണം പൂർത്തിയായില്ല എന്നുള്ളതാണ് വാസ്തവം. ഇനിയും 5 റൂമുകൾ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരാൻ ഇനിയും ഒരു 5 റൂമുകൾ കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഒരു പൊതുവിദ്യാലയം